ലോ ചെയ്തോട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ബിഗ് ബോസ് അവസാനിച്ചു. കുറച്ച് വിഷമമൊക്കെ ഉണ്ടല്ലേ. മറ്റേ ഒരു 9 മണി 9:30 ആകുമ്പോഴത്തേനെ ബിഗ് ബോസ് കാണാനായിട്ട് എല്ലാം ഒരുങ്ങി നമ്മൾ കാത്തിരിക്കുമായിരുന്നു. നാളെ തൊട്ട് എന്ത് ചെയ്ത് നമുക്ക് ബിഗ് ബോസ് ഇല്ല, കാണാൻ പറ്റത്തില്ല. അപ്പം അവിടെ താമസിച്ചിട്ട് പോയൊരു അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കിയത്. നമ്മുടെ പ്രേക്ഷകരാണ്, നമ്മുടെ എല്ലാ തിരക്കുകളുടെയും എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പരിപാടി കാണുന്നത്. അപ്പം അവിടെ 100 ദിവസം ഇന്ന് വീട്ടിലേക്ക് വെളിയിലേക്ക് പോകുന്നവരുടെ അവസ്ഥ നോക്കിയേ. ബിഗ് ബോസിനെ അവർ എന്തുമാത്രം മിസ് ചെയ്യും അല്ലേ. നമ്മൾ മിസ് ചെയ്യുന്നില്ലേ ബിഗ് ബോസിനെ. അപ്പം നമ്മൾ കഴിഞ്ഞ 99 ദിവസം ഇത് കണ്ട് വിലയിരുത്തി. അപ്പം ഈ ദിവസത്തിന് വേണ്ടിയാണ് അവരൊക്കെ കാത്തിരുന്നത്. അപ്പം നമ്മുടെ അനുമോൾ കുട്ടി വിന്നറായി. കൺഗ്രാജുലേഷൻസ് അനുമോൾ. എൻ്റെ നാട്ടുകാരിയാണ്, തിരുവനന്തപുരംകാരി. അപ്പോൾ ഒരിക്കലൂടെ കൺഗ്രാജുലേഷൻസ് അനുമോൾ. അതുപോലെ അനീഷിനും കൺഗ്രാജുലേഷൻസ്. രണ്ടുപേരും നല്ല ഗെയിം കളിച്ചു. രണ്ടുപേരും മാത്രമല്ല, അവിടെ ഉള്ളവരെല്ലാവരും ഗെയിം കളിച്ചു. അപ്പം വോട്ടിങ്ങിൻ്റെ ബലത്തിലാണല്ലോ നമുക്ക് വിജയികളെയൊക്കെ നിർണ്ണയിക്കുന്നത്. അപ്പോൾ വോട്ടിംഗ് കൂടുതൽ അനുമോക്കാണ്. അപ്പോൾ അനുമോള് വിന്നറായി. അപ്പോൾ നല്ലൊരു പരിപാടിയായിരുന്നു. അടിപൊളി ഗ്രാൻഡ് ഫിനാലെ ആയിരുന്നു. എല്ലാ പ്രാവശ്യവും പോലെ ഡാൻസ് ഉണ്ടായിരുന്നു, പാട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യമാണ് ജോബ് കുര്യൻ പാട്ട് പാടാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അത് അടിപൊളിയായിരുന്നു. എനിക്കിഷ്ടപ്പെട്ട ഒരു ഗായകനാണ് ജോബ് കുര്യൻ. അതുപോലെ ജോബ് കുര്യൻ വീടെല്ലാം നടന്ന് കണ്ടു, കുറേ സംഭാഷണങ്ങളൊക്കെ നടത്തി. അത് അടിപൊളി. അതുപോലെ ഇതിൽ പോയ കണ്ടസ്റ്റൻറ്റുകൾ ഓരോരുത്തരായിട്ട് വന്നത്, അത് നല്ല എൻട്രി ആയിരുന്നു, അടിപൊളി. അപ്പോൾ എല്ലാവരും നല്ല വെൽ ഡ്രസ്ഡ് ആൻഡ് എല്ലാവരും നല്ല മേക്കപ്പൊക്കെ ചെയ്ത് എല്ലാവരും സുന്ദരികളായിരുന്നു. അത് എനിക്ക് പ്രത്യേകിച്ച് ഒരു അട്രാക്ഷൻ തോന്നിയത് ജിസയിലും ആര്യനാണ്. അവർ കയറി വന്ന ടൈമിൽ ഒരു ഹിന്ദി ബിഗ് ബോസ് ആൾക്കാർ വരുന്ന പോലെ ഫീൽ ചെയ്തു. അതൊരു ഹിന്ദി പാട്ടുകളുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. ഹിന്ദി പാട്ടാണ് പ്ലേ ചെയ്തെന്ന് എനിക്ക് ഓർക്കുന്നില്ല. അടിപൊളി, എല്ലാവരും അടിപൊളിയായിരുന്നു. അതുപോലെ ഡാൻസ്, റെനയുടെ ആ കറക്റ്റ് സ്റ്റെപ്പാണ്, പഴയ സ്റ്റെപ്പില്ലേ, ആ സ്റ്റെപ്പ് വെച്ച് ഡാൻസ്. ജാമുമോന്, അതുപോലെ അപ്പാനി, പിന്നെ ബിന്നി, ശൈത്യ, അഭിലാഷ്, ഇവരെല്ലാം ഡാൻസ് കളിച്ചു. നല്ല ഡാൻസായിരുന്നു. അവർക്കെല്ലാം ഡാൻസേഴ്സാണ്, ഡാൻസേഴ്സ്, സിംഗേഴ്സ്, അക്ബറെ പോലുള്ളവർ സിംഗേഴ്സ്. അപ്പോൾ ഇവരെല്ലാവരും കലാകാരന്മാരും. അഭിനയം മാത്രമല്ല, എല്ലാ കഴിവുകളും ഇവർക്കുണ്ട്. പല മേഖലയിൽ നിന്നാണ് വരുന്നെങ്കിൽ എല്ലാ കഴിവുകളും ഇവർക്കുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് മാത്രമല്ല ബിഗ് ബോസ് വരാൻ പറ്റൂ. കാരണം ഇന്ന് ആരോ പറയുന്നത് കേട്ടു, ഫിൽട്ടർ ചെയ്താണ് ആൾക്കാരെ അവിടെ തിരഞ്ഞെടുക്കുന്നത് പറഞ്ഞത്. കറക്റ്റല്ലേ അത്? എത്രയോ പേരായിരിക്കും അവിടെ അപേക്ഷ ഇത് ബിഗ് ബോസിലേക്ക് വരാനായിട്ട് കൊടുക്കുന്നത്. പക്ഷെ തിരഞ്ഞെടുക്കുന്നത് ചുരുക്കമല്ലേ. അപ്പോൾ അവർക്ക് അത്രമാത്രം സ്കില്ലുള്ളവരും അത്രമാത്രം കഴിവുള്ളവരും അത്രമാത്രം താലന്തൊക്കെ ഉള്ളവരാണല്ലോ അവിടെ ബിഗ് ബോസിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പം നല്ലൊരു എല്ലാവരും നല്ല എൻട്രി ആയിരുന്നു. അത് ലാലേട്ടൻ അടിച്ചു പൊളിച്ചതാണ്. നല്ല ഒരു മുറിവുകൊണ്ട് ഒരു ജുബയൊക്കെ ഇട്ട് അടിച്ചു പൊളിച്ചാണ് ഇന്ന് എല്ലാവരും വന്നത്. അപ്പം ഇന്നത് സൂപ്പറായിരുന്നു കേട്ടോ. അപ്പം മിഡ് എവിക്ഷന് പോയ നൂറയും ആദിലയ്ക്ക് ഒരു പ്രത്യേക അഭിനന്ദനങ്ങളും. അവരെ സ്റ്റേജിലേക്ക് വിളിച്ചു. ലാലേട്ടൻ 2 കൈയിലും 2 പേരെ പിടിച്ചു. അപ്പം അവസാനം ടോപ്പാവുന്നവരല്ലേ അങ്ങനെ പിടിക്കുന്നത്. പക്ഷെ ഇവർക്ക് അങ്ങനെ വലിയൊരു ഭാഗ്യം കിട്ടി. അതുപോലെ അവരോട് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അവൻ പ്രത്യേകമായി ചോദിച്ചത് ഒറ്റയ്ക്ക് നിൽക്കുന്നതാണോ അതുപോലെ സെപ്പറേറ്റ് നിൽക്കുന്നതാണോ ഇഷ്ടമെന്ന് ചോദിച്ചപ്പോൾ അവർ 2 പേരും ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് ഇഷ്ടമെന്നാണ് അവർ പറഞ്ഞതുപോലെ. അവർ എല്ലാവർക്കും നന്ദി പറഞ്ഞു. അതുപോലെ ആദ്യം ചോദിച്ചു എന്താണ് ഇവിടെ നിന്ന് പഠിച്ചുകൊണ്ട് പോയതെന്ന് പറഞ്ഞാൽ പേഷ്യൻസ്. അതുപോലെ നൂറ് പറഞ്ഞത് എവിടെ ചെന്നാലും ഞാൻ ജീവിക്കും, എവിടെ കൊണ്ടിട്ടാലും ഞാൻ ജീവിക്കും. കറക്റ്റാ. ആദിലെ നൂറെ മാത്രമല്ല, അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റൻറ്റുകളും. ലക്ഷ്മി എനിക്ക് അറിഞ്ഞൂടാ, ബാക്കി എല്ലാവരും എവിടെ കൊണ്ടിട്ടാലും ജീവിക്കുന്നവരാണ്. കാരണം എല്ലാ ഒരു ഇമോഷൻസിലും എല്ലാ ഒരു സാഹചര്യവും അവർ കടന്നുപോയി. കാരണം ഫസ്റ്റ് ടൈമിലൊന്നും ഡ്രസ്സൊന്നും കൊടുത്തില്ലല്ലോ. അപ്പം ഡ്രസ്സ് ഇവരൊക്കെ ഭയങ്കര സെലിബ്രിറ്റീസും കൂടുതൽ പേരും സെലിബ്രിറ്റീസാണ്. അപ്പോൾ കോമൺ ആയിട്ടുള്ളത് അലീഷ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും അറിയപ്പെടുന്ന ആൾക്കാർ തന്നെ. അപ്പോൾ അവർക്ക് അവരുടെ കറക്റ്റ് ഡ്രസ്സില്ലാതെയും മേക്കപ്പ് ഒന്നും ഇല്ലാതെ ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതൊക്കെ ഇവർ കട്ട് ചെയ്തു. അപ്പോൾ അതൊക്കെ സ്ട്രഗിളായിരുന്നു. അതൊരു ആഹാരം കൊടുത്തിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒരു സ്ട്രഗിളായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നൂറ് പറയുന്നത് ഇന്നെ എവിടെ കൊണ്ടിട്ടാലും ജീവിക്കും. ടോപ്പ് 5 ആൾക്കാർ അവരും രസമായിരുന്നു. അവരുടെ അടുത്ത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വന്ന് ഡാൻസ് കളിക്കുന്നു. അതെല്ലാം കളർഫുള്ളായിരുന്നു. അത് അടിപൊളിയായിരുന്നു. എല്ലാവരും നല്ലതായിട്ട് ഡാൻസ് കളിച്ച്. നേബിനൊക്കെ അടിച്ചു പൊളിച്ചു. അതിൽ അക്ബർ, പിന്നെ ഷാനവാസ്, അനു, ഇവരൊക്കെ നല്ലതായിട്ട് ഡാൻസ് കളിച്ചു. അപ്പോൾ അവരുടെ കൂടെയൊക്കെ ഓരോ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വന്നാണ് ഡാൻസ് കളി. അത് നല്ല ഇതായിരുന്നു. പിന്നെ കോമഡറായിട്ടുള്ള അനീഷിനോട് ചോദിക്കുകയാണ് ഇപ്പോൾ എന്ത് തോന്നുന്നു. അപ്പം പറഞ്ഞത് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ലാലേട്ടനോട് പറയുകയാണ്.
അതുപോലെ നെവിൻ പറഞ്ഞത് ഭയങ്കര ഹാപ്പിയാണ്, നന്ദി ബിഗ് ബോസ്. പിന്നെ ലാലേട്ടന് നന്ദി പറഞ്ഞു. ഷാനവാസ് പറഞ്ഞത് 1 വീക്ക് കഴിഞ്ഞപ്പോൾ, ഇവിടെ വന്ന ആദ്യത്തെ 1 വീക്ക് കഴിഞ്ഞപ്പോഴത്തേന് എനിക്കിവിടെ ജീവിക്കാൻ പറ്റുമെന്ന് ഷാനവാസിന് തോന്നിയെന്ന് ഷാനവാസ് പറയുന്നുണ്ട്. അക്ബർ പറയുന്ന പ്രതീക്ഷയുണ്ടായിരുന്നു 100 ദിവസം താമസിക്കുന്ന. അക്ബറിന് ഓവർ കോൺഫിഡൻസിനാണ് സെൽഫായിട്ട്. എന്ന് പറഞ്ഞാൽ അക്ബർ നിൽക്കാൻ പറ്റും, അക്ബറിന് അത് നിൽക്കാൻ പറ്റും എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഒരു പേടിയുള്ളതെന്ന് പറഞ്ഞാൽ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യുമോ എന്ന് അക്ബറിന് പേടിയുണ്ടായിരുന്നു എന്ന് പറയുന്നു. എന്ത് പുള്ളിക്ക് ഇമ്പാക്റ്റ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറയുന്നത്, എനിക്ക് ക്ഷമിക്കാനും ക്ഷമ ചോദിക്കാനും പഠിച്ചു. അത് കൊള്ളാം അല്ലേ, അത് അടിപൊളിയാണ്. അനുമോള് എല്ലാവർക്കും നന്ദിയാണ് പറഞ്ഞത്, അതുപോലെ സ്നേഹവും നന്ദി. ലാലേട്ടൻ ട്രോഫി എടുത്ത് കാണിക്കുന്നുണ്ട്. ആ ട്രോഫിയുടെ ആ ഒരു എൻട്രിയാണ്, ഒന്നൊന്നര എൻട്രിയാണ്, അടിപൊളിയാണത്. ആ ട്രോഫി വന്ന വരവ് സൂപ്പർ. അതിനുവേണ്ടിയല്ലേ ഇവർ കഷ്ടപ്പെട്ടത് ആ ട്രോഫി വാങ്ങിക്കാൻ. അപ്പോൾ അത് ആ ട്രോഫിയുടെ ഒരു എൻട്രി അടിപൊളിയായിരുന്നു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞത്, ഈ ട്രോഫി എന്ന് പറയുന്നത് അനവധി അനുഭവങ്ങളുടെ പ്രതിഫലനമാണ്. ശരിയാണ്, ഇത്രയും ജീവിതങ്ങൾ, ഇത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൻ്റെ പ്രതിഫലനം തന്നെയാണ്. കാരണം എല്ലാവരും പല വ്യത്യാസമല്ലേ, എല്ലാവരും വ്യത്യസ്തമായ ആൾക്കാരാണ്. പല സ്വഭാവങ്ങൾ, പല ശീലങ്ങൾ, പല അഭിരുചികൾ, പലതരത്തിലുള്ള വൈവിധ്യങ്ങൾ നിറഞ്ഞതായിരുന്നു അവിടെ ഉള്ള 26 കണ്ടസ്റ്റൻറ്റ്, 26 ആണെന്ന് തോന്നുന്നു. അപ്പം ഈ ട്രോഫി അതിൻ്റെ ഒരു പ്രതിഫലനമാണെന്നാണ് ലാലേട്ടൻ പറയുന്നത്. പിന്നെ അവിടെ കാണിക്കുന്നത് യാത്രകളാണ്. കഴിഞ്ഞ 100 ദിവസത്തെ കാര്യങ്ങൾ കാണിച്ചു. അപ്പം ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം, എല്ലാവരും അവിടെ കരഞ്ഞിട്ടുണ്ട്, സാബുമാൻ ഒഴിച്ച്. സാബുമാൻ കരഞ്ഞ് ഞാൻ കണ്ടിട്ടേയില്ല. സാബുമാൻ എപ്പോഴും ചിരിയാണ്, കരച്ചിൽ വരത്തില്ല. അപ്പം മോഹൻലാൽ പറഞ്ഞു, ഇവരെൻ്റെ പിള്ളേരാണ്. ഒരു ഡോക്യുമെൻ്ററി പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു, പറയുന്നുണ്ട് ഇവരെൻ്റെ പിള്ളേരാണ്. അപ്പം ലാലേട്ടൻ അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, ഇവരെൻ്റെ പിള്ളേരാണ്. അപ്പോൾ ലാലേട്ടൻ പറയുന്നത്, ഇവർ പ്രേക്ഷകർ കാണുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ ഈ ബിഗ് ബോസ് കാണുന്നുണ്ട്. ശരിയല്ലേ, ഈ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ലാലേട്ടൻ കണ്ടേ പറ്റൂ. ഇവിടെ കുറേ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ആൾക്കാർ ലാലേട്ടൻ പറയാനായിട്ട്. ലാലേട്ടൻ വരുമ്പോഴത്തേനത് പറയാനായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ മേ ബി ദേ ആർ പ്രിപ്പയറിങ്. പക്ഷേ ലാലേട്ടൻ പറഞ്ഞത്, ഞാൻ ഈ എപ്പിസോഡ് പ്രേക്ഷകരെക്കാൾ കൂടുതൽ കാണുന്നുണ്ട്. ഇപ്പം സരികയോട് ചോദിക്കുകയാണ്, ഇപ്പം എല്ലാവരും അപ്പം സരിക പറയുന്നുണ്ട് വീട്ടിൽ വെച്ചിട്ട് എല്ലാവരും ഇപ്പം സരിക തിരിച്ചറിയുന്നു, 100% അല്ല 100% ആൾക്കാർ സരിക തിരിച്ചറിയുന്നു എന്ന് സരിക പറയുന്നു. അപ്പോൾ അപ്പം ലാലേട്ടൻ ചോദിക്കുകയാണ് ഗ്രാൻഡ് ഫിനാലെ വെച്ച്. ജിസിന് ലാലേട്ടൻ്റെ പടം വെച്ചൊരു ടീഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജിസിൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ലാലേട്ടൻ കൊടുത്ത ഗിഫ്റ്റൊക്കെ ഭയങ്കര അടിപൊളിയാണ്, അത് ഒരു മെമ്മറബിളാണെന്നൊക്കെ ജിസിൻ പറയുന്നുണ്ട്. രേണു പറയുന്നത്, ഇവിടെ വരുന്നതിന് മുൻപേ എൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ എല്ലാം നെഗറ്റീവായിരുന്നു ആൾക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എനിക്കത് പ്രൂവ് ചെയ്യാൻ പറ്റി. എൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് എൻ്റെ സ്വഭാവമെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റി. ഒരുപാട് ഗുണങ്ങൾ ചെയ്തെന്നാണ് രേണു പറയുന്നത്. മസ്താനി പറഞ്ഞൊരു കാര്യം എന്ന് പറയാം, സൈലൻസ് ഈസ് ദ ബെസ്റ്റ് വെപ്പൺ. അതെനിക്ക് തോന്നുന്നു ബിൻസി മറ്റേ വഴക്ക് പറഞ്ഞപ്പോൾ സൈലൻസ് പുള്ളിക്കാരി മിണ്ടാതിരുന്നല്ലോ. അത് അവിടെ ഇരുന്നവരെല്ലാം കൂടെ പറഞ്ഞാൽ മിണ്ടാരുതെന്ന്. കാരണം അനിമോളാണ് അടുത്തിരുന്നത്. കാരണം മിണ്ടിപ്പോയാൽ അന്ന് ഒന്നുകൂടെ ബിൻസി എടുത്ത് അലക്കും. അതുകൊണ്ട് അപ്പം പുള്ളി സൈലൻ്റ് ആയിട്ടിരുന്നില്ല. അപ്പം അതിൻ്റെ കാര്യമായിരിക്കും ഇപ്പോൾ ഓർത്തത്. അപ്പം പുള്ളി പറയുന്നത് സൈലൻസ് ഈസ് ദ ബെസ്റ്റ് വെപ്പൺ. പക്ഷെ എപ്പോഴും സൈലൻസ് ആയിരുന്ന കുഴപ്പമാണ് കേട്ടോ. നമ്മൾ മിണ്ടേണ്ട സ്ഥലത്തൊക്കെ മിണ്ടണം, അല്ലെങ്കിൽ പിന്നെ സൈലൻസ് ആണെന്ന് പറഞ്ഞാൽ ഗുഡ് വെപ്പണാന്നൊക്കെ പറഞ്ഞിരുന്ന പണി പാളും. ജഗദീഷിൻ്റെ നേതൃത്വത്തിൽ ഒരു സ്കിറ്റ് പോലെ ചെയ്തു, അതും അടിപൊളിയായിരുന്നു. അപ്പോൾ ഇവരെ പ്രത്യേകിച്ച് ഈ ബിഗ് ബോസ് വീട്ടിലെ കണ്ടസ്റ്റൻറ്റുകളെ കളിയാക്കിക്കൊണ്ടുള്ളൊരു സ്കിറ്റായിരുന്നു, അത് സൂപ്പറായിരുന്നു. പിന്നെ ഒരു ടാസ്ക് കൊടുത്തത് 20 സെക്കൻഡിനുള്ളിൽ പോയി കുറേ സാധനങ്ങൾ എടുത്തുകൊണ്ട് വരിക. കുറേ സാധനമല്ല, ഒരു സാധനം. അത് സ്റ്റോർ റൂമിലാണ് വെച്ചിരുന്നത്. അപ്പം എല്ലാവരും ഓടിപ്പോയി സാധനം എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ അനുമാക്ക് മാത്രം ആ സാധനങ്ങൾ കിട്ടിയില്ല. അപ്പോൾ അതിനകത്ത് എഴുതിയിരുന്നത്, അപ്പോൾ അതൊരു താങ്ക്സ് ലെറ്റർ ആയിരുന്നു, ലാലേട്ടൻ്റെ താങ്ക്സ് ലെറ്റർ. അപ്പോൾ ഷാനവാസ് പറയുന്നത്, സങ്കടം വന്നപ്പോൾ ബിഗ് ബോസ് ആശ്വസിപ്പിച്ചു, കൂടെയുണ്ട്, തളരേണ്ട ഞാനുണ്ട് എന്ന് ബിഗ് ബോസ് പറഞ്ഞു. പിന്നെ അനുമോൾ പറഞ്ഞത്, വീട് ഞാൻ മിസ് ചെയ്യും, ഈ വീട് എൻ്റെ വീട് പോലെയാണ്. അപ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, അക്ബർ അനീഷിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരിക്കലും ബൗണ്ടറി വിട്ടിട്ടില്ല അനീഷ്. ശരിയാണ്, ഒരിക്കലും ബൗണ്ടറി വിട്ടിട്ടില്ല. ഒരു അഴുക്ക് വർത്താനം അനീഷ് പറഞ്ഞിട്ടില്ല, ഒരു ചീത്ത വിളിച്ചിട്ടില്ല, വേറെ ആൾക്കും ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചിട്ടില്ല, ആരെയും വ്യക്തിഹത്യ ചെയ്തിട്ടില്ല, ആരെ മനസ്സിനെ മുറിവേൽപ്പിച്ചിട്ടില്ല. അപ്പം അത്
അക്ബർ പറയുന്നുണ്ട്, നിങ്ങളൊരു അപാര ആളാണ്, ഈ 99 ദിവസവും അത് കീപ്പ് ചെയ്യാൻ പറ്റുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ച അനീഷാണ് കപ്പ് കൊണ്ടുവന്നതാണ്. കാരണം ഒരു കോമഡറായിട്ട് വന്ന് ഇത്രത്തോളം ആൾക്കാരിൽ ഇൻഫ്ലുവൻസ് ആകാൻ പറ്റുന്ന അത് ഭയങ്കര ഒരു കഴിവാണ്. അനുമോൾ മീൻസ് ഓൾറെഡി സെലിബ്രിറ്റിയാണ്, എല്ലാവർക്കും പുള്ളിക്കാരി അറിയാം. പിന്നെ സംഗീതമേള നടന്നു, ചിത്ര ചേച്ചി അടിപൊളി, ആ പണ്ടത്തെ ആ ചിത്ര ചേച്ചി തന്നെ ഭയങ്കര ഹമ്പിളായിട്ടൊരു സിംഗറാണ്. അപ്പം വന്ന് പാട്ട് പാടി, അടിപൊളി പാട്ടാണ്. അതുപോലെ സ്റ്റാർ സിംഗറിൻ്റെ കുറേ പാട്ടുകാരും ഉണ്ടായിരുന്നു, നല്ല പാട്ടാണ്. അപ്പോൾ അതിലൊരാൾ തന്നെ സംഗീതം ചെയ്ത് ചിട്ടപ്പെടുത്തിയൊരു പാട്ടാണ് അവർ പാടിയത്. അപ്പം അത് സൂപ്പറായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫ്ലാഗ് ഓഫും കൂടാണ് ലാലേട്ടൻ നടത്തിയത്. അപ്പോൾ ഈ ബിഗ് ബോസ് കഴിഞ്ഞ ഉടനെ നടക്കുന്നത് സ്റ്റാർ സിംഗറാണ്. അപ്പോൾ അത് അടിപൊളിയായിരുന്നു. അപ്പോൾ ഇനി കാണാം നമുക്ക് സ്റ്റാർ സിംഗർ. അപ്പോൾ അത് ചിത്ര ചേച്ചി ചോദിക്കുന്നത് ഇത് ആരാണ് തുടങ്ങി വെച്ചതെന്നറിയാം. അപ്പോൾ ചിത്ര ചേച്ചിക്ക് അറിഞ്ഞൂടാ. അപ്പം ലാലേട്ടൻ പറയുന്നുണ്ട് 2007 തോന്നുന്നു, 17 തോന്നുന്നു, ഇത് പിന്നെ ദീപം കത്തിച്ച് തുടങ്ങിയത് ഞാനാണെന്ന് ലാലേട്ടൻ പറഞ്ഞു. പിന്നെ ആവർത്തിച്ച് ചോദിക്കുന്നത് ഇത് ആരാ തുടങ്ങിയത്? അപ്പം ചിത്ര ചേച്ചി വളരെ പാവം പോലെ പറയുന്നത് ലാലേട്ടൻ എന്ന് പറയുന്നു, പാവം ചിത്ര ചേച്ചി. അപ്പം നെവിൻ പറയുന്നുണ്ട് ഞാൻ പ്രേക്ഷകർക്ക് കൊടുത്തൊരു വാക്കുണ്ട്. അപ്പം നെവിൻ ഔട്ടായി പോയി. അപ്പം ഞാൻ പ്രേക്ഷകർക്ക് കൊടുത്തൊരു വാക്കുണ്ട്, അത് ഞാൻ പാലിച്ചു. കാരണം ഫൈനൽ 5 എത്തും. ശരിയാണ്, ആദ്യം തൊട്ടേ നെവിൻ പറയുന്നൊരു കാര്യമാണ്, ഞാൻ ഫൈനൽ 5 എത്തും. അത് കറക്റ്റായി ഫൈനൽ 5 എത്തി. അപ്പം നെവിനെ സംബന്ധിച്ച് ഈ യാത്ര ഭയങ്കര സ്ട്രഗിളായിരുന്നു. നെവിൻ ആദ്യം ഓടിപ്പോയി, പിന്നെ എന്തെല്ലാം പ്രശ്നങ്ങൾ നെവിനുണ്ടായി. അയ്യോ, അനുവിൻ്റെ പ്രശ്നം, ആ പ്രശ്നം, ഈ ഷാനവാസിൻ്റെ പ്രശ്നം. ആക്ച്വലി ആ സമയത്തൊക്കെ എവിക്റ്റായി പോകാനുള്ളതായിരുന്നു. പക്ഷെ എന്തോ ഒരു ഭാഗ്യം പുള്ളിക്കുണ്ട്, ദൈവത്തിൻ്റെ ഒരു കടാക്ഷവും നെവിനുണ്ട്. അപ്പം നെവിൻ പറയാണ്, ഞാൻ ഫൈനൽ 5 എത്തിയതേ വലിയ കാര്യം, അത് എത്തുമെന്ന് പ്രേക്ഷകരോട് പറഞ്ഞു, അത് ഇപ്പം പാലിച്ചു എന്ന് നെവിൻ പറയുന്നു. പിന്നെ നെവിൻ പറയുന്നത് ഞാൻ റിയലായിട്ടാണ് നിന്നത്. അത് കറക്റ്റാണ് നെവിൻ പറയുന്നത്. കാരണം ഇമോഷൻസ് കാണിക്കേണ്ടതല്ലേ, ഇമോഷൻസ് കറക്റ്റായിട്ട് നെവിൻ കാണിക്കും. ദേഷ്യം വേണ്ടത് ദേഷ്യം കാണിക്കും, കരയേണ്ടടുത്ത് കരയും, സ്നേഹിക്കേണ്ടടുത്ത് സ്നേഹിക്കും. അതൊന്നും മറച്ചു വെച്ചിട്ടില്ല നെവിൻ. അത് നല്ലൊരു ക്വാളിറ്റിയാണ്. അതുപോലെ പാത്രം കഴുകാൻ പഠിച്ചു, ഇമോഷൻസ് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചു. എന്നിട്ട് പറയുന്നത് 100 സിനിമയിൽ അഭിനയിക്കുന്നതിന് തുല്യമാണ് ഈ 100 ദിവസം ഈ വീട്ടിൽ നിന്നത്. കറക്റ്റല്ലേ? എല്ലാവരും അറിയുമല്ലോ. ഇപ്പോൾ ബിഗ് ബോസ് കാണുന്ന, എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം പേരും ബിഗ് ബോസ് കാണുന്നവരാണ്. ഒരുപക്ഷെ വെളിയിൽ ഞങ്ങൾ കാണത്തില്ല എന്നൊക്കെ പറയുന്നെങ്കിലും ഭൂരിപക്ഷം പേരും കാണുന്നവരാണ്. അപ്പം അത് 100 സിനിമയ്ക്ക് തുല്യമാണെന്നാണ് നെവിൻ പറയുന്നത്. അതുപോലെ ഏറ്റവും കൂടുതൽ ചീത്ത കേട്ടത്, ബിഗ് ബോസിൻ്റെ അടുത്തും ചീത്ത കേട്ടത് നെവിൻ എന്നാണ് നെവിൻ തന്നെ പറയുന്നത്. അതുപോലെ ലാലേട്ടപ്പം പറയാണ്, എൻ്റെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചീത്ത കേട്ടത് നെവിൻ തന്നെയാണ്. പിന്നെ ജീവിതയാത്ര പ്ലേ ചെയ്തു. പിന്നെ അപ്പാനിയും അഭിലാഷുമാണെന്ന് തോന്നുന്നു ഡാൻസ് കളിച്ചു. അതുപോലെ റെന പറയുന്നത് ഇതെൻ്റെ ഫേവറേറ്റ് ചാപ്റ്ററാണ്. ലക്ഷ്മി പറയുന്നത് കംപ്ലീറ്റ് ഗ്രാറ്റിറ്റ്യൂഡ്. ശൈത്യ പറയുന്നത് ഇത് മുഖാന്തരം എനിക്കൊരു ഫിലിം ഓപ്പർച്യൂണിറ്റി കിട്ടി എന്ന് പറയുന്നു. പ്രവീൺ പറയുന്നത് നല്ല ഫ്രണ്ട്സിനെ കിട്ടി. ഒനീൽ പറയുന്നത് അടിപൊളിയായി കളിച്ചു. ലാലേട്ടൻ ഒനീലിനെ പേര് വിളിച്ച് സംസാരിച്ച് അത് വലിയൊരു കാര്യമാണ്. കാരണം ഡാൻസ് കളിക്കുന്ന റെനയും സാബുമോനും കൂടാണ്. അത് അടിപൊളി ഡാൻസായിരുന്നു. റെനയ്ക്ക് ആ സ്റ്റെപ്പ് തന്നെ ഒരു അടിപൊളി സ്റ്റെപ്പ്. ഞാനൊരു ഷോട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അത് റെന കളിക്കുന്നതായിട്ട് എൻ്റെ ഒരു സോറി. പിന്നെ ഡാൻസ് ആര്യനും ജിസയിലും കൂടെ കളിച്ചത് അടിപൊളിയായിരുന്നു. പിന്നെ സ്പൈക്കുട്ടൻ വന്നു. അപ്പം അതിനുശേഷം പിന്നെയും ജോബ് കുര്യൻ്റെ പാട്ടുണ്ടായിരുന്നു, അത് അടിപൊളിയായിരുന്നു. അപ്പം ലാലേട്ടൻ പറയണത് പ്രിയപ്പെട്ടതാണ് ഈ വീട്. കാരണം ലാലേട്ടൻ എല്ലാ വീക്കെൻഡിലും വന്ന് കാണുന്നതല്ലേ. അഭിമാനം എന്ന് പറയുന്നു. പിന്നെ അടുത്ത ബിഗ് ബോസിന് വേണ്ടി കാത്തിരിക്കാൻ പറയുന്നു. അങ്ങനെ അനീഷിൻ്റെ 100 ദിവസത്തെ യാത്ര കാണിക്കുന്നു. പിന്നെ അനുമോളുടെയും യാത്ര കാണിക്കുന്നു. അപ്പം അതിൽ അനുമോൾ വിന്നറായി തീർന്നു. അപ്പം ഈ ഒരു കഴിഞ്ഞ 99 ദിവസം നമ്മൾ ഈ ഒരു യാത്ര കണ്ടുകൊണ്ടിരുന്നത് ഒത്തിരി പ്രശ്നങ്ങൾ, വഴക്കുകൾ, ചില എപ്പിസോഡ് നമുക്ക് കാണാനേ തോന്നത്തില്ല, വഴക്കാണ്. പക്ഷേ അതിനൊക്കെ ഒടുവിൽ ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയാണ് എല്ലാവരും ഇവിടെ ഇത്രമാത്രം സ്ട്രഗിൾ ചെയ്തത്. അപ്പം അത് ഒരാളിലേക്ക് വന്നെത്തുക എന്ന് പറയുമ്പോഴത്തേന് ആ ആളുടെ ഒരു പ്രൗഡ്,
ആ ആൾക്കുള്ള ഒരു ഫീലിംഗ് നമുക്ക് ഊഹിക്കാവുന്നതിനപ്പുറമാണ്. അപ്പം അനുമോള് എനിക്ക് തോന്നുന്നില്ല അനുമോൾ ഇന്ന് ഉറങ്ങുമെന്ന്, കാരണം അത്രയ്ക്കും സന്തോഷമാണ് അനുമോൾക്ക്. അപ്പം ഒരിക്കലൂടെ അനുമോൾക്ക് എൻ്റെ കൺഗ്രാറ്റുലേഷൻസ്. അതിനകത്ത് നമ്മളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്ത് എല്ലാവർക്കും, പ്രത്യേകിച്ച് നെവിന്, ആര്യന്, അവരൊക്കെ കുറേ നമ്മളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മളെ ഇമോഷൻസിലൂടെ ഒക്കെ അവർ കൊണ്ടുപോയിട്ടുണ്ട്. അവർ കരഞ്ഞപ്പോൾ നമ്മളും കരഞ്ഞിട്ടുണ്ടല്ലേ, അവർ ചിരിച്ചപ്പോൾ നമ്മൾ ചിരിച്ചിട്ടുണ്ട് ഇല്ലേ, അവർ വഴക്കുണ്ടാക്കിയപ്പോൾ നമുക്ക് ദേഷ്യം വന്നിട്ടുണ്ട്. അപ്പം അവർ ചീത്ത വിളിച്ചപ്പോൾ നമ്മളത് അങ്ങനെ വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ, പറഞ്ഞിട്ടുണ്ട്. അപ്പം അവരെ നല്ല കഴിഞ്ഞ 99 ദിവസം ബിഗ് ബോസ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ബിഗ് ബോസിൻ്റെ സൗണ്ട് ഇനി കുറേ നാളത്തിന് കേൾക്കാൻ പറ്റത്തില്ലല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൗണ്ട്. ഇന്നലെ നെവിൻ പറഞ്ഞില്ലേ, നെവിനെ അത് കൊണ്ട് തിരികെ വെക്കൂ, മറ്റേ ഒരു തത്ത വീട്ടിൽ കൊണ്ടുപോകാന്ന് ചോദിച്ചു, ഇഷ്ടമുള്ളത് കൊണ്ടുപോകാന്ന് ചോദിച്ചപ്പോൾ നെവിൻ പറഞ്ഞത് എനിക്ക് കാലൊടിഞ്ഞ ആ തത്ത വേണമെന്നല്ലേ പറഞ്ഞത്. അപ്പം അതെപ്പോഴും നെവിൻ എടുക്കുമെന്ന് പറയുന്നു. അപ്പം എടുക്കുമ്പോഴെല്ലാം ബിഗ് ബോസ് പറയും നെവിനെ അത് തിരികെ കൊണ്ടുവെക്കൂ. അപ്പം അതൊക്കെ മൈക്ക് നേരെ ഇടൂ. അപ്പം ഇതൊന്നും ഇനി നമുക്ക് കുറച്ച് നാളത്തേന് കേൾക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ മിസ് ചെയ്യുന്നുണ്ട് ബിഗ് ബോസ്. വി ലവ് യു ആൻഡ് വി മിസ് യു. അപ്പോൾ അടുത്ത ബിഗ് ബോസിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഒരിക്കൽ കൂടെ അനുമോക്ക് കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, ബൈ. അപ്പം നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ബിഗ് ബോസിന് കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.